നമ്മളുടെ മാനേജ്മെന്റുകൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. അവർക്ക് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താൻ അവകാശം കിട്ടിയത് ഒരു കാലഘട്ടത്തിൽ ഭരണഘടനാ ശില്പികൾ, ക്രൈസ്തവ സമൂഹം അല്ലെങ്കിൽ ന്യൂനപക്ഷ സമൂഹങ്ങൾ ഇവിടെ ഇല്ലാതായി പോകരുതെന്ന് ആഗ്രഹിച്ചിട്ടാണ്. അതുകൊണ്ട് ഈ മാനേജ്മെന്റുകൾ ഈ ഭരണഘടനയെ അനുസരിക്കാൻ തയ്യാറാകണം. ഭരണഘടന എങ്ങനെയാണ് അനുസരിക്കേണ്ടതെന്നറിയോ? മാനേജ്മെന്റുകൾ കൃത്യമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനത്തിന് മുൻപിലെ ബോർഡിൽ എഴുതി വെക്കണം, ദിസ് ഈസ് എ ക്രിസ്ത്യൻ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അത് കണ്ടിട്ട് അതിന്റെ അകത്തേക്ക് കയറി പഠിക്കാൻ വരുന്നവർ വന്നാൽ മതി എന്ന് തീരുമാനിക്കണം. രണ്ട്, ഈ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഓഫീസിന്റെ മുൻപിൽ ഈ ന്യൂനപക്ഷ അവകാശങ്ങൾ ആർട്ടിക്കിളുകൾ ഒന്ന് എഴുതി വെക്കണം. എന്നിട്ട് ഇത് പ്രകാരമാണ് ഈ സ്ഥാപനം റൺ ചെയ്യുന്നതെന്ന് അവിടെ കയറി വരുന്നവർക്ക് ബോധ്യം കൊടുക്കണം. ഏതെങ്കിലും ഒരു കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കുന്നതിന് മുൻപ് അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായിട്ട് വായിച്ചു കേൾപ്പിക്കണം, അല്ലെങ്കിൽ അവർക്ക് അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊടുക്കണം. എന്നിട്ട് അത് അംഗീകരിക്കാൻ അവർ തയ്യാറാണോ എന്ന് ചോദിച്ച് അവരുടെ സമ്മതം മേടിക്കണം. ഇത്തരം കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഹെഡ്സ് ചെയ്തേ തീരൂ. അടുത്തൊരു കാര്യം എന്താണെന്നറിയോ? കർത്താവ് ഈശോ മിശിഹായാണ് ക്രിസ്ത്യാനികളുടെ ദൈവം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഈ കർത്താവ് ഈശോ മിശിഹായുടെ രൂപം ആ സ്ഥാപനങ്ങളുടെയൊക്കെ മുൻപിൽ ഒന്ന് വെക്കണം. എന്തിനാണെന്നറിയോ? ആ കർത്താവ് ഈശോ മിശിഹായുടെ മൂല്യങ്ങൾക്കനുസരിച്ചാണ് ഈ സ്ഥാപനം നടക്കുന്നത് എന്ന് അതിന്റെ അധികാരികൾക്ക് ഓർമ്മിക്കാനും അവിടെ വരുന്നവർക്ക് ഓർക്കാനും വേണ്ടിയിട്ട് അത് ഉപകാരപ്പെടും. രണ്ട്, എല്ലാ ക്ലാസ് റൂമുകളിലും ഈ കർത്താവ് ഈശോ മിശിഹായെ ഓർമ്മിക്കാൻ കഴിയുന്ന എന്തെങ്കിലും വെക്കണം. കാരണം ഭരണഘടന പറഞ്ഞിരിക്കുകയാണ്, അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ക്രൈസ്തവ വിശ്വാസവും ആചാരവും പാരമ്പര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ കഴിയണം, മൂല്യങ്ങൾ കൊടുക്കാൻ കഴിയണം. ഏതായാലും കർത്താവ് ഈശോ മിശിഹ ലോകത്ത് ആരെയും കൊല്ലാനല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്, സ്നേഹിക്കാനാണല്ലോ പറഞ്ഞിട്ടുള്ളത്. കർത്താവ് ഈശോ മിശിഹായെ ഒരു ദുഷ്ടനാണെന്ന് ഇന്നേ വരെ വിവരമുള്ള ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കർത്താവിന്റെ ഒരു രൂപം അവിടെ ആ സ്കൂളിന്റെ അവിടെ ക്ലാസ് റൂമുകളിൽ വെച്ചു എന്ന് വിചാരിച്ച് ഇവിടെ ഇടുത്തി വീഴാനൊന്നും പോകുന്നില്ല. അത് കാണുമ്പോൾ ഹാലിളകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് അവിടെ പഠിക്കണ്ട എന്ന് തീരുമാനം എടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മളുടെ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ വേദപാഠം ഉണ്ടായിരുന്നു, അല്ലെ? വേദപാഠം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, മോറൽ സയൻസ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. എനിക്കറിയില്ല, ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് നമ്മളുടെയൊക്കെ സ്ഥാപനങ്ങളിൽ ഇതൊന്നും പഠിപ്പിക്കുന്നില്ല. കാരണം പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സെക്കുലർ വിദ്യാഭ്യാസമാണ് നമ്മൾ കൊടുക്കുന്നതെന്നാ. അങ്ങനെ അവർ പറയുന്നുണ്ടെങ്കിൽ അവര് ഈ ന്യൂനപക്ഷ അവകാശങ്ങളെ കുറിച്ചുള്ള ഭരണഘടനാ തത്വങ്ങൾ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. എനിക്ക് തോന്നുന്നത് അതിനെക്കുറിച്ച് ഒരു ബേസിക് ആയിട്ടുള്ള അറിവുള്ളവരെ വേണം ഈ സ്ഥാപനം തുടങ്ങാനും അത് നടത്താനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും എന്നുള്ളതാണ്. ജോർജി, അടുത്തത്, വർഷത്തിൽ ഒരിക്കലെങ്കിലും ക്രിസ്ത്യൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വാർഷിക ധ്യാനം സംഘടിപ്പിക്കണം. ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ആ സ്കൂളിൽ കുട്ടികൾക്ക്, അവരുടെ ക്രിസ്ത്യാനികളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഞാൻ പറയും കുമ്പസാരിക്കാനുള്ള അവസരം കൊടുക്കണം. അവർക്ക് ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള അവസരം കൊടുക്കണം. നമ്മളുടെ അധ്യാപകര് ഈ ക്രിസ്ത്യാനികളായിട്ടുള്ള കുട്ടികളെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് കുറച്ചു നേരം പള്ളിയിൽ കൊണ്ടുപോയിട്ടൊന്ന് പ്രാർത്ഥിപ്പിക്കാനുള്ള, ഈ പിള്ളേരുടെ സ്വഭാവമൊക്കെ ശരിയായിക്കോളൂ. അപ്പം മനസ്സിലാവുന്നുണ്ടോ? ഇത് ആത്മീയതയില്ല, ഒരു വക തോന്നിവാസമായിട്ട് നടന്നു പോകുന്ന ഒരവസ്ഥ നമ്മുടെ കുട്ടികൾക്ക്, പുതിയ തലമുറയ്ക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്ഥാപനങ്ങളിലൂടെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യണം.